തിരുക്കുമാരനും അമ്മ മാതാവിനും എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഞാൻ അമിത, കൊല്ലം കാവനാട് അരാള ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ അയൽവാസികളുടെ കയ്യിൽ നിന്ന് എന്നെ പത്രം വഴിയാണ്. അതുവഴി അറിഞ്ഞു. ഞാനിവിടെ വന്നു. ഞാനൊരു കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പുറത്ത് പോകാനായിട്ട് ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. 2 വർഷമായിട്ട് ഒന്നും ആവുന്നില്ല. 1.5 വർഷമായിട്ട് എനിക്കൊന്നും ആവുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഈ പത്രം വഴി അറിഞ്ഞു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ആദ്യം കൊടുത്തിരുന്ന പേപ്പർ പെട്ടെന്ന് ആ വർക്ക് സ്റ്റോപ്പായി. യുദ്ധം കാരണം, ആ കൺട്രിയിലെ യുദ്ധം കാരണം, ഇസ്രായേലിലേക്കാണ് പോകാൻ കൊടുത്തിരുന്നത്. ആ കൺട്രിയിലെ യുദ്ധം കാരണം ആദ്യത്തെ ആ ഒരു വർക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. അവർ പിന്നെ വർക്ക് അത് എടുക്കുന്നില്ലായിരുന്നു. പിന്നെ ഒരു വഴിയില്ലാണ്ടിരുന്ന സമയത്താണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ മാതാവായിട്ട് മറ്റൊരു ഏജൻസി എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എൻ്റെ ഒരു പുതിയൊരാളെ എൻ്റെ ഒരു കൂട്ടുകാരിയാക്കി. എല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹമെന്നേ ഞാൻ പറയൂ. ഒരാളെ പരിചയപ്പെടാനും അതുവഴി ഒരു പുതിയ ഏജൻസിയും പുതിയ വേക്കൻസിയും പറ്റി പരിചയപ്പെട്ടു. ഞാൻ ആ ഉടമ്പടി പുതുക്കലിൽ തന്നെ ആ ഒരു വേക്കൻസിക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്ത് സമയ ചുരുക്കം എന്നേ പറയത്തുള്ളൂ. 1.5 വർഷമായിട്ട് നടക്കാതിരുന്ന എൻ്റെ ആ ഒരു കാര്യം 1 മാസത്തിനുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. എനിക്ക് അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണത്. 1 മാസത്തിനുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. പിറ്റേ മാസം തന്നെ എൻ്റെ വിസ എനിക്ക് വന്നു. എൻ്റെ വിസ കയ്യിൽ കിട്ടി. അവരവിടുന്ന് മുംബൈയിൽ നിന്ന് വിളിച്ചു. ഞാൻ ഈ ഓഫീസിലെല്ലാം പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോഴെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കൂടെ കൊണ്ടുപോകും. ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ വിതറി ഞാൻ ആ ഓഫീസിൽ ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഉടമ്പടി ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ എൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്തത്. അതിൻ്റെ ഫലമായി തന്നെ 2 മാസം കൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ അമ്മ മാതാവ് എനിക്ക് നടത്തി. ഞാൻ മുംബൈയിലോട്ട് പോയി. എൻ്റെ വിസ വന്നു. മുംബൈയിലോട്ട് വിളിച്ചു. ഞങ്ങൾ 8 പേരടങ്ങുന്ന ഒരു ബാച്ചിനാണ്, ഒരു കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് വിസ കിട്ടിയത്. ഞങ്ങൾ 8 പേര് ഒരുമിച്ചാണ് പോയത്. ഓഫർ ലെറ്റർ കിട്ടിയ സമയത്ത് ഞാനിവിടെ വന്ന അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓഫർ ലെറ്റർ കിട്ടിയ പാടെ ഞാൻ പറഞ്ഞിരുന്നു അമ്മയോട്, എനിക്കിതിൻ്റെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരുവാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വരും. ഞാൻ ഓഫർ ലെറ്റർ കിട്ടി. ആ ഓഫർ ലെറ്ററുമായിട്ട് ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് മുംബൈയിലോട്ടൊക്കെ പോയത്. മുംബൈയിൽ പോയി ഞങ്ങൾ 8 പേര് ഒരുമിച്ച് പോയി. 7 പേർക്ക് ആ സമയത്ത് മെഡിക്കലുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് എംബസിയിൽ പേപ്പർ സബ്മിഷൻ, അത് കഴിഞ്ഞ് മെഡിക്കൽ. അപ്പം പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് അവർ മെഡിക്കലിന് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വിളി വന്നു. അതിൽ 7 പേര്, ഞങ്ങൾ 8 പേരും പോയി. 7 പേരും മെഡിക്കലിനുള്ള സ്ലിപ്പും ക്യാഷും മേടിച്ച സമയത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ടും പേപ്പറുമാണ് തിരിച്ച് വാങ്ങിച്ചത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്ത് പറ്റിയതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞത് എൻ്റെ പാസ്പോർട്ട് ഡാമേജാണ്, എന്തോ അതിൽ പേജിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, അവിടുന്ന് എംബസിയിൽ നിന്ന് അവർ തിരിച്ചു വിട്ടെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ എന്താ ഇനി മുമ്പോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായിപ്പോയി. ഞാൻ 1-2 ലക്ഷമല്ല എടുത്ത് കൊടുത്തേക്കുന്നത്. കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല, എല്ലാം പുറത്തുനിന്ന് കടമെടുത്തതാണ്. സത്യം എല്ലാ അമ്മ മാതാവും ഈശോനെ കൂട്ടി വിളിച്ചിട്ട് തന്നെയാണ് എവിടെയായാലും എന്ത് സഹായത്തിനായാലും എല്ലാവരോടും പൈസയ്ക്കായാലും പോയത്. ചോദിച്ചവരെല്ലാം തന്ന് സഹായിച്ചു. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ്. പുള്ളിക്കാരൻ്റെ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഒരു ദിവസം പോയാൽ കിട്ടി എന്നുള്ള രീതിയിലാണ്. അപ്പം ഇത്രയും ലക്ഷത്തിന് പലിശ കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെക്കൊണ്ട് താങ്ങാൻ കഴിയില്ല. അവർ പറഞ്ഞത് എൻ്റെ പാസ്പോർട്ടെല്ലാം ഇങ്ങനെ തിരിച്ചു വന്നു, എൻ്റെ പേപ്പറൊക്കെ തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞു വിഷമിക്കണ്ട, നമുക്ക് പുതിയ പാസ്പോർട്ട് എടുത്താൽ മതി, വിസ റിജക്റ്റ് ആയിട്ടില്ല, പുതിയ പാസ്പോർട്ട് എടുത്ത് PCC എടുത്താൽ മതി, നമുക്ക് പുതിയ പാസ്പോർട്ട് നമ്പറിലോട്ട് വിസ കൺഫേം ആയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഒരു 10-15 ദിവസത്തെ ഡിലേ വരത്തോളം എന്നാണ് പറഞ്ഞിരുന്നത്. ആ സമയത്തൊന്നും ഇസ്രായേലിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അന്ന് ആ സമയത്ത് ഞാൻ വിഷമിച്ചിരുന്നെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി അത് എൻ്റെ കുടുംബത്തെയും പറ്റി അറിയാവുന്ന അമ്മ മാതാവ് ഈശോയും എന്നെ അനുഗ്രഹിച്ചതാണെന്ന് ഞാൻ പറയൂ. കാരണം എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന ആ 7 പേരും അവിടെ ചെന്നതിന് ശേഷം അവിടെ മൊത്തം യുദ്ധവും പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആർക്കും ജോലിക്ക് പോകാൻ പറ്റാതെ എല്ലാവരും ബങ്കറിനകത്തും പേടിച്ചരേണ്ട അവസ്ഥ ജീവിതമായിരുന്നു അവരുടേത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ സമയത്ത് വീട്ടിലിരുന്ന് ദൈവത്തിന് നന്ദി പറയുക തന്നെയാണ് ചെയ്തത്. ഞാനെടുത്ത ഉടമ്പടിയിലുള്ള എൻ്റെ ഒരു അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹമെന്ന് ഞാൻ പറയും. അപ്പോൾ അത് കഴിഞ്ഞു. ഇവർ 10-15 ദിവസത്തെ ഡിലേ ആവുമെന്ന് പറഞ്ഞു. ഒരു 3 അത്രയും കാത്തു. നമ്മൾ പെട്ടെന്ന് വന്നു.
പാസ്പോർട്ടും എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സമയ ചുരുക്കത്തിൽ തന്നെ വെറും 5 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് എൻ്റെ പുതിയ പാസ്പോർട്ട് എനിക്ക് കിട്ടി. പുതിയ പാസ്പോർട്ട് കിട്ടി. വെറും 3 ദിവസം കൊണ്ട് എൻ്റെ PCC എനിക്ക് തന്നു. ഇതെല്ലാം ഞാൻ അപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുത്തു ഇവർക്ക്, എംബസി ഏജൻസിയിലോട്ട് കൊടുത്തു. അവർ പറഞ്ഞ് വിഷമിക്കേണ്ട, പെട്ടെന്ന് വരും. പക്ഷേ അവർ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞാൽ 3 മാസമായിട്ടും ഇതിൻ്റെ ഒരു അനക്കമില്ല. പിന്നെ അവിടെ പിന്നെയും പെട്ടെന്ന് യുദ്ധം തുടങ്ങിയതുകൊണ്ട് എംബസികളൊക്കെ അടച്ചിട്ട് ഒന്നും വർക്കിംഗ് അല്ല, ഒന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് എല്ലാവർക്കും സമയം എടുക്കുമെന്ന് പറഞ്ഞ് 3 മാസം പിന്നെയും നീണ്ടുപോയി. അതിൻ്റെ ഇടയ്ക്കും പോകുന്നവരുണ്ടായിരുന്നു, പേപ്പർ വർക്ക് നടന്നിട്ട് പോയ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥനയിൽ അങ്ങ് ശക്തിപ്പെടുകയായിരുന്നു. ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവിനോട് പറഞ്ഞു, എന്താണ് അമ്മ മാതാവ് എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഈശോയുടെ ഹിതം എന്താണോ അതെന്നിൽ നിറവേറട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം കുറച്ച് ഡൗൺ ആയി. എൻ്റെ ഈ പേപ്പറൊക്കെ തിരിച്ചു വന്നപ്പോൾ ഞാൻ കുറേ ഡൗൺ ആയി, ഒരുപാട് വിഷമിച്ചു. ഞാൻ പരാതിപ്പെട്ടു. ഞാൻ ഈശോയോടും മാതാവിനോടൊക്കെ ഞാൻ പരാതിപ്പെട്ടു, എന്നോടെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പരാതിപ്പെട്ടു. 3 മാസമായിട്ടും ഇല്ലാതിരുന്നു. ഞാൻ അപ്പോൾ എൻ്റെ 2ാമത്തെ ഉടമ്പടിയുടെ കാലയളവ് കഴിഞ്ഞു. ഞാൻ പിന്നെയും പുതുക്കാൻ വന്നില്ല. ഞാനൊന്ന് പ്രാർത്ഥനയിലായിരുന്നെങ്കിലും ഞാൻ ഉടമ്പടി പുതുക്കാൻ എനിക്ക് വരണമെങ്കിൽ അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞു, അമ്മയെ 3ാമത്തെ ഉടമ്പടിയായി എനിക്കൊരു സാക്ഷി എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ എനിക്ക് 3ാമത്തെ ഉടമ്പടിയായിട്ട് ഒരു സാക്ഷ്യത്തിനുള്ള ഒന്നും തന്നില്ല. എൻ്റെ 6 നിയോഗത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഞാൻ കൊടുത്തിരുന്ന നിയോഗം തന്നെയാണിത്. എനിക്കൊന്നും ആയില്ലല്ലോ, ഞാനിനി വരണമെങ്കിൽ അമ്മയുടെ മുമ്പിൽ വരണമെങ്കിൽ അമ്മ എനിക്ക് ഒരു സാക്ഷി എഴുതാനുള്ളത് എനിക്ക് തരണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ബാക്ക് അടിച്ചിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ അമ്മ പറയുന്നുണ്ട്, നീ വന്ന് ഉടമ്പടി പുതുക്ക്. അത് എൻ്റെ അമ്മ മാതാവ് തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അമ്മ മാതാവ് തന്നെയാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞത്, നീ എൻ്റെ സന്നിധി വരണം, നീ വന്ന് ഉടമ്പടി പുതുക്കണം. ഞാൻ അതുപോലെ തന്നെ വന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കാൻ വന്ന സമയത്ത് ഉടമ്പടി ക്ലാസ്സിന് ഇരുന്നപ്പോൾ അച്ഛനൊരു സാക്ഷി ഇട്ട് തന്നായിരുന്നു സിസ്റ്റത്തിൽ. അത് വേറെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഒരു ദമ്പതികൾ, കുട്ടികളില്ലാണ്ട് വിഷമിച്ച ദമ്പതികൾ, ഏകദേശം ഒരു 10-12 വർഷത്തോളം കുട്ടികളില്ലാണ്ടിരുന്ന് വിഷമിച്ചവരാണ്. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവപര പ്രസാദത്തിൻ്റെ കുറച്ച് കുറവുണ്ട്, നിങ്ങൾ കാത്തിരിക്കാൻ ക്ഷമയുള്ളവരാണെങ്കിൽ മാത്രം ഈ ഉടമ്പടി തുടരുക, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമെന്നാണ് അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിൽ അവർ ക്ഷമയോടെ കാത്തിരുന്നു. 1-2 വർഷമല്ല 3 വർഷം അവർ ക്ഷമയോടെ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് കുഞ്ഞിനെ അമ്മ മാതാവ് ഈശോയും കൊടുത്ത് സഹായിച്ചെന്നുള്ള ആ സാക്ഷ്യം കേട്ടതിലൂടെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചത്, ഇനി എൻ്റെ അമ്മ എനിക്ക് ഒന്നും തന്നില്ലേലും വേണ്ട, ഇനി ഈ ഉടമ്പടി ജീവിതം വിട്ടൊരു ജീവിതം എനിക്കില്ലാന്ന് ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ നീ എനിക്ക് ഒന്നും തന്നില്ലേലും വേണ്ട, എനിക്ക് സാക്ഷി ചെയ്തില്ലേലും വേണ്ട, എനിക്കിനി 3 മാസം കൂടുമ്പോൾ ഞാൻ ഈ നാട്ടിലുള്ളിടത്തോളം കാലം വരെയും ഞാൻ ഉടമ്പടിയില്ലാതെ തന്നെയായിരിക്കും ഞാൻ ജീവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അമ്മയോട്. ഞാൻ ഇവിടെ നിന്ന് പോയി ഉടമ്പടി പുതുക്കി. ഞാനിവിടെ വന്ന് 14-ാം തീയതി ഉടമ്പടി പുതുക്കി. വീട്ടിൽ പോയി ഞാൻ ഡേറ്റ് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് എഴുതി ഉടമ്പടി തൈലവും ഉപ്പും വിതറി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ് ഏപ്രിൽ 31 വരെ. ഞാൻ ഏജൻസിയിൽ നിന്ന് അവരെന്നോട് പറഞ്ഞൊരു ഡേറ്റാണത്. ഈ മാസം കൂടെ നമുക്ക് നോക്കാം, വന്നില്ലെന്ന് നമുക്ക് ക്യാൻസൽ ചെയ്ത് പേയ്മെൻറ്റ് തിരിച്ച് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓൾറെഡി 4-5 മാസം ഇപ്പം വിസ വന്ന് 3 മാസത്തോളം പിന്നെ നമ്മൾ പുറത്തുനിന്ന് പലിശയ്ക്ക് എടുത്തതാണ്, അതൊക്കെ കൊടുത്തിങ്ങനെ നിൽക്കുക. ഉണ്ടായിട്ടല്ല, ഓരോരുത്തരും മറിച്ച് ഇങ്ങനെ കൊടുത്തിരിക്കുക. സത്യം പറഞ്ഞാൽ തലയ്ക്ക് മീതെ വെള്ളം മുങ്ങിയ അവസ്ഥയാണ്, കടം മുങ്ങി നിൽക്കുന്നൊരവസ്ഥ. ഞാൻ പറഞ്ഞു, ചേച്ചി ഇതെനിക്ക് ക്യാൻസൽ ചെയ്ത് മേടിക്കാനല്ല, എനിക്ക് നടന്നു കിട്ടാനാണ് ഞാൻ ഇത്രയും നിൽക്കുന്നത്. ഞാൻ എന്നും ചെയ്തില്ല, ഞാൻ അമ്മ മാതാവിനെല്ലാം വിട്ടുകൊടുത്തു. ഞാൻ പറഞ്ഞു, അമ്മേ നിൻ്റെ മുമ്പിൽ ഞാൻ വെക്കുക, അവർ പറഞ്ഞ ഡേറ്റ് നിൻ്റെ മുമ്പിൽ ഞാൻ വെക്കുക, നീ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഡേറ്റ് ഇട്ട് 31-ാം തീയതിക്കുള്ളിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഉപ്പും തൈലവും വിതറി ഞാൻ പ്രാർത്ഥിച്ചു. ഏപ്രിൽ 26-ന് എനിക്ക് ഞായറാഴ്ച അവിടെ വർക്കിംഗ് ഡേ ആണ് ഇസ്രായേലിൽ. 26-ാം തീയതി കൊന്ത പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് എൻ്റെ വാട്സപ്പിലൊരു മെസ്സേജ് വരുവാണ്, അമിതയുടെ പുതിയ വിസ കൺഫേം ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സന്തോഷ കണ്ണുനീരെന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു നിമിഷമാണത്. സന്തോഷ കണ്ണുനീരെന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. ഞാൻ വിചാരിച്ചിരുന്നത് സങ്കടത്തിൽ മാത്രമേ കണ്ണുനീര് വരൂ, നമ്മൾ കരയുകയുള്ളൂ എന്നൊക്കെ. പക്ഷേ സന്തോഷത്തിലും കണ്ണുനീര് വരുമെന്നൊക്കെ ഞാൻ അന്ന് അറിയുന്നത്. ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. ഞാൻ അമ്മ മാതാവിനിതാ അവർ പിറ്റേന്ന് എന്നെ ഓഫീസിലോട്ട് വിളിക്കാൻ പറഞ്ഞു. ഓഫീസിൽ വിളിച്ചു അവർ പറഞ്ഞു, മുംബൈയിലോട്ട് വന്നു, നമുക്ക് പേപ്പർ സബ്മിഷൻ ചെയ്യാം. അവിടെ അമ്മ മാതാവ് എനിക്ക് സമയച്ചുരുക്കം തന്നെയാണ് കാണിച്ചു തന്നത്. വെറും 2 ആഴ്ച കൊണ്ട്
അമ്മ മാതാവിനെ ഈശോയെ ഞാനിവിടെ കൂടെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു, എൻ്റെ വഴികളിൽ എന്നെ മുന്നേ നിങ്ങൾ നടന്ന് എനിക്ക് എൻ്റെ വഴികൾ തെളിച്ച് തരണം എനിക്ക്. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് ഞങ്ങൾ മുംബൈക്ക് പോയി എൻ്റെ കൂടെ വേറെ കമ്പനിയിലുള്ള ഒരുപാട് പിള്ളേരുണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്ത്. 2 ആഴ്ചയായിട്ട് മെഡിക്കൽ പോലും കഴിയാതെ എല്ലാ പിള്ളേരും നിൽപ്പുണ്ട് അവിടെ. ഒരു പിള്ളേർക്കും മെഡിക്കലും കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അമ്മ മാതാവിൻ്റെ സമയ ചുരുക്കം എന്നേ പറയത്തുള്ളൂ. ഞാൻ എൻ്റെ മെഡിക്കലും ഇൻ്റർവ്യൂവും വെറും 2 ആഴ്ച കൊണ്ട് എനിക്ക് നടത്തി തന്നു അമ്മ. ഞാൻ വിചാരിച്ചത് മെഡിക്കൽ എടുത്തിട്ട് നാട്ടിൽ വന്നിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന്. പക്ഷേ അമ്മ അതിനൊന്നും വിട്ടില്ല. അമ്മയായിട്ട് എനിക്ക് 2 ആഴ്ച കൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി നടത്തി തന്നു. ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പേ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് എൻ്റെ പാസ്പോർട്ട് റിലീസായി എൻ്റെ ഏജൻസിയിലെത്തി. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് സഹായം ചോദിച്ചു വരുന്നവരോടായാലും ഇല്ലയെന്ന് പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കൊടുത്ത് സഹായിക്കുന്നുണ്ട്. റോഡരികിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം പത്രം വിതരണം ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് വരുന്ന മാസങ്ങളെല്ലാം പത്രം മേടിക്കുന്നുണ്ട്. പൊതുമേഖലകളിലാണ് കൊടുക്കുന്നത്, പള്ളിത്തലകളിൽ കൊടുക്കത്തില്ല. ഞാൻ അച്ഛൻ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, പള്ളിത്തലങ്ങളിലല്ല കൊടുക്കണം, നിങ്ങൾ പൊതുമേഖലയിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന്. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലും ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ പത്ര വിതരണം ചെയ്യുന്നത്. ആത്മീയ ജീവിതത്തിലെ വളർച്ചയെന്ന് പറയുന്നത് പഴയതിനേക്കാളേറെ പരീക്ഷണങ്ങളിപ്പം കുറച്ചുകൂടി നേരിടാനുള്ളൊരു ബലവും പ്രാർത്ഥനയിൽ ഒരുപാട് സമയം എന്തായാലും ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ലഭിക്കുന്നുണ്ട്. ബൈബിള് പഴയതിനേക്കാളേറെ ഒരുപാട് ബൈബിള് വായിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ദിവസം പോലും ജപമാല മുടക്കാൻ തോന്നുന്നില്ല. എത്ര ലേറ്റ് ആയാലും ഏത് സാഹചര്യത്തിലായാലും ഒരു ജപമാല പോലും എത്തിക്കാതെ കിടക്കാൻ തോന്നത്തില്ല എനിക്ക്. ഇത്രത്തോളം അനുഗ്രഹം. പിന്നെ ഇതിൽ വേറൊരു അത്ഭുതം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ മാല കളഞ്ഞു പോയായിരുന്നു. സ്വർണ്ണമാല മോൾക്ക് പള്ളിയിലിട്ട് കൊടുത്തു വിട്ടതായിരുന്നു. അപ്പം പള്ളി കഴിഞ്ഞ് മോളിറങ്ങിയപ്പോഴത്തേക്കും മാല കളഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് കൂട്ടുകാരെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. അമ്മമ്മയും ചെറുമോളും കൂടെയാണ് പോയത്. അപ്പം 2 പേരും അവിടെ നിന്ന് മാല തിരക്കുന്നെന്ന് പറഞ്ഞു. മാല തിരക്കുന്നിട ഇങ്ങനെ മാല പോയെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇവരവിടെ നിന്ന് തിരക്കിയിട്ട് കാണാതെയൊക്കെ വീട്ടിലോട്ട് തിരിച്ച് വരാനുള്ള പുറപ്പാടായിരുന്നു. ഞാനിത് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ തന്നെ ഇപ്പോഴത്തെ സ്വർണ്ണവിലയുടെ ആ ഒരു ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. പെട്ടെന്നൊന്നും എടുത്ത് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ മാതാവിനെ വിളിച്ചോളൂ. ഞാൻ പറഞ്ഞു, അമ്മേ നീ കൂടെ വരണം. നീ ആ കുർബാന കഴിഞ്ഞ് അത്രയും പള്ളിയിൽ നിന്ന് അത്രയും ജനങ്ങൾ ഇറങ്ങിപ്പോയ ആ സ്ഥലത്ത് ഞാനും എൻ്റെ ഭർത്താവും വീട്ടിൽ നിന്ന് ആ പള്ളിയിലെത്തി അന്വേഷിക്കാൻ തുടങ്ങി. എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിലാണ് ആ മാല കാണിച്ചു കൊടുത്തത് എൻ്റെ അമ്മ. വേറെ ആ ഒറ്റ മനുഷ്യരുടെ കണ്ണിൽ ആ മാല കാണിച്ചു കൊടുത്തിട്ടില്ല. ഞങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷേ എൻ്റെ അമ്മയും ഞാനും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും അമ്മ മാതാവിനെ മുറുകെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോയത് ആ മാല അന്വേഷിക്കാൻ. എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ ആ മാല കാണിച്ചു കൊടുത്ത് ഞങ്ങൾക്കത് കിട്ടുകയും ചെയ്തു. ഒരുപാട് ചെറിയ ചെറിയ രോഗസൗഖ്യങ്ങൾ, വീട്ടിലെന്തെങ്കിലും വൈകാരികയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി തൈലം പുരട്ടി തന്നെയാണ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉപ്പ് നാവിൽ ഞങ്ങൾ വായിൽ നുണയുകയൊക്കെ ചെയ്യും. ഞങ്ങൾ അതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യങ്ങൾ, ചെറിയ ചെറിയ രോഗസൗഖ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ, പറഞ്ഞാൽ ഒടുങ്ങാത്ത രീതിയിൽ ഞങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി ഹൃദയം നിറഞ്ഞ നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ മാസം തന്നെ ഞാൻ പോകും ഇസ്രായേലിലേക്ക്. എനിക്ക് 10 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് കൺഫേം ആവും. ഏജൻസിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞ ഒരിക്കൽ കൂടി എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞ അമ്മ മാതാവിനും തിരുക്കുമാരനും ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ യോഗ്യതയല്ല, എൻ്റെ മെറിറ്റ് അല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഈ കാര്യങ്ങളെല്ലാം ഇതുവരെ നടന്നു കിട്ടിയത്. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. സങ്കീർത്തനം 66, 19, 20 വചനങ്ങളാണ്. ഉടമ്പടിയിൽ നമ്മെ വിളിക്കപ്പെട്ടത് ആ മനുഷ്യബന്ധത്തിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് അനുഗ്രഹത്തിൽ മാത്രമല്ല ഒരു ആത്മീയ ബന്ധത്തിലേക്കാണ് ഈശോ അമ്മയെ നമ്മെ വിളിക്കുന്നത്. കൃപാസന ഉടമ്പടിയിൽ നമ്മെ ഓരോരുത്തരെയും
ദൈവസ്നേഹത്തിലേക്കാണ്. സാഹചര്യങ്ങൾ ഏതൊക്കെയായാലും സാഹചര്യങ്ങൾ മാറുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറാത്ത അചഞ്ചലമായ സ്നേഹത്തിലേക്കാണ് നമ്മെ ഉടമ്പടി മക്കളെ ഈശോയും അമ്മയും ക്ഷണിക്കുന്നത്. നമ്മളേത് അവസ്ഥയിലായിരുന്നാലും വീണാലും തളർന്നാലും ദൈവം നമ്മെ വിട്ടുപോകാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടിയിലെ ദൈവ സാന്നിധ്യം. അമിത എന്ന സഹോദരി എന്ന മകളുടെ സാക്ഷ്യത്തിലും വിട്ടുമാറാത്ത ആ സ്നേഹത്തിൻ്റെ അചഞ്ചലമായ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു നല്ല ദൈവസാക്ഷ്യമാണ്, ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അമിതയുടെ ജീവിതത്തിലും ആരോ എവിടുന്നോ ഒരു പത്രം നൽകി, കൃപാസനം പത്രം. വായിച്ചപ്പോഴൊരാഗ്രഹം തോന്നി, കൃപാസനം എവിടെയാണെന്നും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ കണ്ണുനീരൊപ്പുന്ന ആ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു പരിഹാരം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ അമിത ഈ ആലയത്തിലെത്തുകയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഉടമ്പടിയിൽ 2 വർഷത്തോളം ജോലി ആഗ്രഹിച്ചിരുന്നു, പക്ഷെങ്കിൽ കിട്ടിയില്ല. ഉടമ്പടി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ജോലി കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ്. ഉടമ്പടി എടുത്ത ഉടനെ വേറൊരു ഏജൻസി കാണിക്കുകയും ആ ഏജൻസി വഴി ഒരു നല്ലൊരു വേക്കൻസി ഉണ്ടെന്ന് അറിയുകയും ഇസ്രായേലിലേക്ക്, അങ്ങനെയാണ് ഒരു മാസം അപ്ലൈ ചെയ്തതിൻ്റെ 1 മാസത്തിനകം ഓഫർ ലെറ്റർ കിട്ടിയത്. പിന്നീടുണ്ടായിരുന്നൊരു തടസ്സമാണ്, അതും ആ തടസ്സം അത് വലിയൊരു നന്മയ്ക്കായിട്ടായിരുന്നു. പക്ഷെങ്കിൽ അമിത അതറിഞ്ഞത് വളരെ താമസിച്ചാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലത് നന്മയ്ക്കായി പരിണമിക്കുമെന്നാണ് നമുക്കറിയാമല്ലോ എന്നാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നമുക്കുള്ള ജീവിതത്തിൽ നമുക്കെല്ലാം നല്ലതിനായിട്ട് തന്നെയാണ് ദൈവം നടത്തി തരുന്നത്. ഈ മകളുടെ ഓഫർ ലെറ്റർ വന്നേ പിന്നെയെല്ലാം തടസ്സങ്ങളാണ്. മെഡിക്കലിന് പോയപ്പോഴത്തേനും കൂടി ഉണ്ടായിരുന്ന അവർ 8 പേരാണ് പോയത്, 7 പേർക്ക് കിട്ടി, ഈ മകൾക്ക് മാത്രം കിട്ടിയില്ല. അങ്ങനെ 7 പേര് കയറിപ്പോയപ്പോഴും ഈ മകൾ സങ്കടത്തോടെ കാത്തിരിക്കുകയാണ്. കാരണം പാസ്പോർട്ടിലുള്ളത് ഡാമേജ് ആയിരുന്നു പ്രശ്നം. പിന്നീട് അവർ പറഞ്ഞത് വീണ്ടും പാസ്പോർട്ട് ക്ലിയർ ആക്കിയിട്ട് വീണ്ടും ആ വിസയിൽ തന്നെ പോകാമെന്നാണ്. കൂടെയുള്ള കുട്ടികളെല്ലാം പോയി. ഈ മകൾക്ക് സങ്കടമായിരുന്നു. പക്ഷേങ്കിൽ പിന്നീടാണ് അറിഞ്ഞത് അവിടെ യുദ്ധമായി പോയവരെല്ലാം അകപ്പെട്ടു എന്ന്. പക്ഷേങ്കിൽ ഇവിടെയും ഈ മകൾ ആ പുതുക്കേണ്ട സമയത്ത് പുതുക്കിയില്ല. ഇതാണ് നാം പറയുന്നത്. അച്ഛൻ പലപ്പോഴും നമ്മളോട് പറയും, ജോസഫ് അച്ഛൻ പലപ്പോഴും പറയും, നമ്മൾ ആകരുതേ എന്നാണ്. ഒരുപക്ഷെ നമ്മൾ അനുഗ്രഹങ്ങൾക്കായിട്ടാവാം നമ്മൾ ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുന്നത്. പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് വിഷയബന്ധിയല്ല, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്, ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഒരു ആത്മീയ ബന്ധമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഈ സമയത്ത് ഈ മകളുടെയും ഉടമ്പടിയിൽ ഒരു അല്പം മാറ്റം വന്നു. പിന്നീടാണ് മനസ്സിലായത് അമ്മ തന്നെയാണ്. അമ്മ അമ്മയെ മറന്നാലും അമ്മ നമ്മെ മറക്കില്ല. ഉടമ്പടി ആ വിശ്വാസ ബന്ധമാണ്. അമ്മ തന്നെ ഈ ആൾക്കൊരു പ്രചോദനമാണ്, പോയി ഉടമ്പടി പുതുക്കെന്ന്. അങ്ങനെ 4-ാം മാസമാണ്, 1 മാസത്തിന് ശേഷം 4-ാം മാസം വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ തന്നെ വീണ്ടും പുതിയൊരു ഉണർവാണ്. എല്ലാ കാര്യവും മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ഈശോയും അമ്മയും ആ കാരുണ്യവും അചഞ്ചലമായ സ്നേഹവും നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവ സാന്നിധ്യവുമാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെ ഈ മകള് ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിക്കുന്നത്, ഏപ്രിൽ 31 മുമ്പ് അമ്മ എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന്. നമുക്കറിയാം പരിശുദ്ധ അമ്മ കൃപാസനമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ഡിസംബർ 7-ാം തീയതി അമ്മ ഇവിടെ വന്നത്. അപ്പോഴും നമുക്കറിയാം കാനായിൽ വിവാഹ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞതിൻ്റെ സമയമായിട്ടില്ല എന്നാണ്. പക്ഷെങ്കിൽ സമയമാകാത്ത സമയമാക്കിയത് പരിശുദ്ധ അമ്മയാണ്. അവൻ പറയുന്നത് ചെയ്യുക എന്നാണ്. നമ്മുടെ ഉടമ്പടിയിൽ ഈശോ പറയുന്ന വചനം അനുസരിച്ച് നാം ജീവിതം നയിക്കുമ്പോൾ ആകാത്ത സമയമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെ ഈ മകളും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ്. അമ്മയോട് പറഞ്ഞു, ഏപ്രിൽ 31 മുമ്പ് അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്കൊരു വഴി തുറന്ന് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മെയ് 26-ാം തീയതി തന്നെ പുതിയ വിസ കിട്ടുകയും പെട്ടെന്ന് തന്നെ അടുത്ത പേപ്പർ വർക്കെല്ലാം ക്ലിയറാക്കി ഈ മകൾക്ക് ഇപ്പോൾ ഇസ്രായേലിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഇന്ന് തന്നെ നന്ദി പറയുവാനാണ്. കാരണം ടിക്കറ്റ് പെട്ടെന്ന് വന്നെങ്കിൽ പെട്ടെന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തന്നെ പരിശുദ്ധ അമ്മയ്ക്കിட்ட സന്നിധിയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് നന്ദി പറയുവാനായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം സാഹചര്യങ്ങൾക്ക് അധിഷ്ഠിതമല്ല.
അനുഗ്രഹങ്ങൾക്ക് അധിഷ്ഠിതമല്ല, ഒരു ആത്മീയ ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്കിന്ന് സമർപ്പിക്കാം. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന വിശ്വാസത്തോടെ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ അചഞ്ചലമായ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ നമുക്കും അനുഭവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമിതയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.